കഴിഞ്ഞോ? ഓ എവിടെ കഴിയാൻ, ഒരു കണക്കിന് ഒപ്പിച്ചിറങ്ങിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ദേ ഓഫീസിലെ ടെൻഷനും കോപ്പം വെച്ചോണ്ടൊന്നും ഇങ്ങോട്ട് വരണ്ട കേട്ടോ. ഇല്ലടോ, എന്നാ നീ വെച്ചോ, ഞാൻ തേത്തി. ഓക്കെ. നിനക്കൊരു മാറ്റവും ഇല്ല. എന്നുവെച്ചാ നീ പണ്ടും ഇങ്ങനെയായിരുന്നു. ആൽവിൻ, എന്ത് പറ്റി? ഹേയ്, ഞാൻ ചുമ്മാ. ചായ കുടിക്കേ. ഓ താങ്ക് യു. എന്താ? അശ്വിൻ എന്നാ ഇനി ഇങ്ങോട്ട് പറഞ്ഞേ? 3 ദിവസത്തെ ടൂർ എന്നാ പറഞ്ഞേ. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. സാൻ, നിനക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം എന്താണെന്നറിയോ? നീ എന്ന് ഗുഡ് ബൈ പറഞ്ഞു പോയപ്പോൾ മഴയിൽ വാഴുന്നിറങ്ങി നിന്റെ കണ്ണുനീര് എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. നീ എന്നിൽ നിന്ന് വാങ്ങുന്നത് എൻ്റെ നേട്ടങ്ങൾക്കായിരുന്നുവെന്ന് ഞാൻ അറിയാൻ വൈകിയത്. കാലം വായിച്ച കഥകളെ ഓർത്ത് എന്തിനു പുറകിലേക്ക് സഞ്ചരിക്കണം? ശൂന്യതയിൽ നിന്നിരുന്ന നിന്നെ വിദൂരതയിലേക്ക് അയക്കാൻ കാലം എന്ന സത്യം മാത്രമേ എനിക്ക് മുന്നിലുണ്ടായിരുന്നുള്ളൂ. നിന്റെ നേട്ടങ്ങൾക്ക് ഞാനൊരു തടസ്സമാണെന്ന് തോന്നിയത് കൊണ്ട് നിനക്ക് വഴിമാറി ഞാൻ നടന്നത്. നിനക്ക് വായനാശീലമുണ്ടോ? വായനാശീലം മാത്രമല്ല, കുറച്ച് എഴുത്തും കൂടിയുണ്ട്. ഓ, പക്ഷെ വായിക്കുന്ന എഴുതുന്നൊന്നും ഞാനല്ലെന്നേ ഉള്ളൂ. അതെ, വായനാശീലം ഉണ്ട്. നീ അതൊക്കെ ഒന്ന് മറിച്ചു നോക്ക്. അപ്പോഴേക്കും ഞാൻ കുളിച്ചിട്ട് വരാം. സ്ത്രീ എന്ന അമ്മ തന്നിലുരുവാർന്ന ജീവനായി തൻ സ്വപ്നങ്ങളെല്ലാം ചുമരുകൾക്കുള്ളിലെ ഇരുട്ടറയിൽ പ്രതിഷ്ഠിച്ച് പ്രാണൻ വിടിയും വേദന സഹിച്ച് മുഖത്തെ പുഞ്ചിരിക്ക് മങ്ങലേൽക്കാതെ തൻ പിഞ്ചോമനയ്ക്ക് ജന്മം നൽകി മാറോട് ചേർത്ത് മുലയൂട്ടി ആ കുരുന്ന് ജീവനെ തന്നേക്കാളേറെ സ്നേഹിച്ച അമ്മയെന്ന തണലിലായാണ് ഞാൻ ആദ്യമായി സ്ത്രീ എന്ന മഹത്വത്തെ അറിയുന്നത്.
സ്ത്രീ എന്ന പെങ്ങൾ. പിച്ചിയും മാന്തിയും പിണങ്ങിയും ഇണങ്ങിയും പരിഭവങ്ങൾ പറഞ്ഞുമെല്ലാം തൻ്റെ വിരൽത്തുമ്പിൽ തൂങ്ങി നടന്നിരുന്ന കാലം. സൗഹൃദത്തിൻ്റെ ചവിട്ടുപടിയിൽ ഞാൻ സ്പർശിച്ചതോടെ അവളുടെ വിരലുകളെ ഏകാന്തമാക്കി ഞാൻ മാറി നടന്നെങ്കിലും കാലങ്ങൾക്കൊടുവിൽ വധുവെന്ന പട്ടം ചാർത്തി കല്യാണ മണ്ഡപത്തിൽ നിറകണ്ണുകളാൽ തന്നെ നെഞ്ചോട് ചേർന്നവൾ വിതുമ്പിയപ്പോൾ ആ വാത്സല്യത്തിലൂടെ ഞാൻ അറിഞ്ഞു, അവളായിരുന്നു എൻ്റെ ആദ്യ സ്ത്രീ സൗഹൃദമെന്ന്. അന്ന് ഞാൻ സ്ത്രീ എന്ന മറ്റൊരു പുണ്യത്തെയും തൊട്ടറിഞ്ഞു. സ്ത്രീ എന്ന ഭാര്യ. ബാല്യ യൗവന കാലങ്ങളിൽ 1000 സ്വപ്നങ്ങൾ മനസ്സിൽ നെയ്തുവെച്ച് തൻ്റെ കണ്ണുകളിലൂടെ ഈ ലോകത്തെ കാണാൻ ആഗ്രഹിച്ചവൾ വേരുറച്ചു പോയ മണ്ണിൽ നിന്നും പറിച്ചു നട്ടതോടെ തൻ്റെ കാഴ്ചകളെല്ലാം അപരിചിതരിൽ മാത്രമായി ഒതുങ്ങി നിന്നു. പരിഭവങ്ങളും സങ്കടങ്ങളുമെല്ലാം ഒരു പുഞ്ചിരിക്കുള്ളിൽ ഒളിപ്പിച്ച് തൻ്റെ കുഞ്ഞിനെ തന്നുദരത്തിൽ ചുമന്ന് നൊന്ത് പ്രസവിച്ച് സ്വന്തം ജീവിതം തന്നെ ഭർത്തൃകുടുംബത്തിനു വേണ്ടി ത്യജിച്ച ഭാര്യ എന്ന സത്യത്തിലൂടെ സ്ത്രീ എന്ന ത്യാഗത്തെ ഒരിക്കൽ കൂടി ഞാൻ അറിഞ്ഞു. ഇതിനിടയിൽ എപ്പോഴാണ് സഹോദര സ്ത്രീ നിനക്ക് വെറും ശരീരം മാത്രമായി മാറിയത്? അങ്ങനെയുള്ളവർ ചിന്തിക്കുക, പെണ്ണ് പെറ്റുണ്ടായതാണ് നമ്മൾ. സ്ത്രീയെ, നിനക്കൊരായിരം പ്രണാമം. ആൽവിൻ, ഇതെവിടെ പോവാ? നീ എപ്പോഴെങ്കിലും അയാൾ എഴുതിയ കാര്യങ്ങൾ വായിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാനത് നോക്കാറില്ല, എനിക്ക് അതിനുള്ള സമയമില്ല. സമയം കിട്ടുവാണെങ്കിൽ എപ്പോഴെങ്കിലും ആ ടേബിളിൽ അയാൾ ഒരു പുസ്തകം വെച്ചിട്ടുണ്ട്, അന്ന് വായിച്ചോ. സമയം കിട്ടുവാണെങ്കിൽ എപ്പോഴെങ്കിലും ആ ടേബിളിൽ അയാൾ ഒരു പുസ്തകം വെച്ചിട്ടുണ്ട്, അന്ന് വായിച്ചോ. ആ മോളു, മോള് ഉറങ്ങിയില്ലേ? അതെ, ഞാൻ ഭക്ഷണം കഴിച്ചതാ. എടുത്തു വെച്ചിട്ടുണ്ട്. നിന്റെ കണ്ണീന്ന് വീഴുന്ന അവസാന തുള്ളി കണ്ണീരായിരിക്കും ഇത്.